നമ്മളൊക്കെ മരിക്കും അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മരിക്കുമെന്ന്. പക്ഷേ മറ്റൊരു ഉറപ്പുണ്ട്, രണ്ട് ഉറപ്പാണ് മനുഷ്യനുള്ളത്. ഒന്ന്, ഒരാൾ മരിക്കും, ഞാൻ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നമുക്ക് പാടില്ലാത്ത ഒരു ഉറപ്പും കൂടി നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്. എന്ത്? ഞാൻ ഇന്ന് മരിക്കൂല എന്ന് അല്ലെ. ഏതായാലും ഞാൻ മരിക്കും, അത് ഉറപ്പാണ്. പക്ഷെ ഞാൻ ഇന്ന് മരിക്കൂല, നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ ഞാൻ വയസ്സായിട്ടേ മരിക്കൂ എന്ന ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ട്. ആ രണ്ടാമത്തെ ചിന്ത മാറ്റണം. ഏത് സമയത്തും മരണം വരാം, ഏത് സമയത്തും മരണം വരാം. അതുകൊണ്ട് പടച്ചവനെ എപ്പോഴും നമ്മൾ ദ്വാരക്കണം, അല്ലാഹുവേ ഈ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ എന്ന് എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരാൾ മരിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ അല്ലാഹു തആല തീരുമാനിച്ച നമ്മുടെ മരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കാൻ പറ്റും. ചില ആളുകളുണ്ട് പെട്ടെന്ന് മരണപ്പെടും, പെട്ടെന്ന് രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് മരണപ്പെടും. അതിന് കാരണം പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് അല്ലാഹുവിൻ്റെ വിധിയാണ്. പിന്നെ മാതാപിതാക്കളെ ഉപദ്രവിച്ച, ഉമ്മാനെ വാപ്പാടെ പൊരുത്തമില്ലെങ്കിൽ ഉമ്മാനും വാപ്പാനും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ വേഗത്തിൽ മരണപ്പെടുമെന്നാണ്. അതായത് ഒരു 50 വയസ്സ് വരെയാണ് അല്ലാഹു തആല അവനക്ക് ആയുസ് കൊടുക്കുന്നതെങ്കിൽ ഉമ്മാനെയും വാപ്പാനെയും ഉപദ്രവിച്ചാൽ, അവരെ വേദനിപ്പിച്ചാൽ അല്ലാഹു അവൻ്റെ ആയുസ് ചിലപ്പോൾ 40ലേക്കോ 30ലേക്കോ 35ലേക്കോ ചുരുക്കിക്കളയും. എത്രയോ ആളുകളുണ്ട് അങ്ങനെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.